ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. എല്ലാവരും പ്രഡിക്ഷൻ വീഡിയോ ചോദിക്കുന്നത്. പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാം, പ്രഡിക്ഷൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കുറച്ച് ഗോൾഡൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. എന്നാലും നമുക്ക് തിയറിയൊക്കെ ഒരുപാട് പഠിക്കാനില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇരുന്ന് ഇതിലെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടിരുന്ന് പഠിച്ചോ. എന്നിട്ട് ഞാൻ ആ തിയറിയും പ്രോബ്ലം എല്ലാം കൂടി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ പാസ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല. ഓക്കെ, ഡബിൾ പാസിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചാപ്റ്റർ 1-ൽ നിന്ന് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ചാപ്റ്റർ 2-ൽ നിന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലം, ഇൻഡിഫറൻസ് കർവ് അതിൻ്റെ ഫീച്ചേഴ്സ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ പ്രോബ്ലം, 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, TC, TFC, TVC അതിൻ്റെ പ്രോബ്ലം, factors affecting supply. Then fourth ചാപ്റ്ററിൽ നിന്ന് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്, ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഗ്രാഫ്. ദെൻ ഫിഫ്ത്ത് ചാപ്റ്ററിൽ നിന്ന് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം, പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും. മാക്രോ എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ചാപ്റ്റർ 1-ൽ നിന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ദെൻ ചാപ്റ്റർ 2-ൽ നിന്ന് ചാപ്റ്റർ 1-ൽ തന്നെ ലിസ്റ്റ് ഓഫ് ദ സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി, 4 സെക്ടേഴ്സ്. ചാപ്റ്റർ 2-ൽ നിന്ന് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ്, 3 മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം, GDP ഡിഫ്ലേറ്റർ, GDPയും വെൽഫെയറും. ചാപ്റ്റർ 3-ൽ നിന്ന് ഫങ്ഷൻസ് ഓഫ് മണി, മണി മൾട്ടിപ്ലയറിൻ്റെ കാൽക്കുലേഷൻ, RBIയുടെ ഫംഗ്ഷൻ, RBIയുടെ ടൂൾസ്. ചാപ്റ്റർ 4-ൽ നിന്ന് കൺസംഷൻ ഫംഗ്ഷൻ, MPC, MPS, APC, APS ആ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ. 5-ാമത്തെ പാഠത്തിൽ നിന്ന് ബഡ്ജറ്റിൻ്റെ ഫംഗ്ഷൻസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. 6-ാമത്തെ പാഠത്തിൽ നിന്ന് ഓപ്പൺ എക്കോണമിയുടെ ലിങ്കേജസ്, ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്, അത് വിത്ത് ഗ്രാഫ്. ഇതാണ് ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ഇതിലേത്. അപ്പോൾ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പാസ് എന്നതിൽ ഒരു സംശയമില്ല. A+ ഇല്ല, ബട്ട് A ഗ്രേഡിൻ്റെ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോബ്ലം കൂടി പഠിക്കണ്ടേ. ഇത് കൂടാതെ അതെല്ലാം മിസ് വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോ പുറകെ വരുന്നുണ്ട്. ചാനൽ പേജ് കയറി നോക്കുക, നോട്ടിഫിക്കേഷൻ വരില്ല ഒത്തിരി വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്